ഐ എം അശ്വതി. ആലപ്പുഴ ജില്ലയിലെ ചെട്ടിക്കുളങ്ങര ഈരേഴ സൗത്തിൽ സാൻ ബിൽഡേഴ്സും കോൺസെപ്റ്റും ചേർന്ന് കംപ്ലീറ്റ് ചെയ്ത പുതിയൊരു പ്രോജക്റ്റാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മിസ്റ്റർ വിനോദ് വാസുദേവൻ ആൻഡ് ഫാമിലിയുടെ വീടാണിത്. 18 സെൻറ്റ് പ്ലോട്ട് എക്സ്റ്റൻഡിൽ 3219 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത്. ഇതിന് ഒരു സ്ലോപ്ഡ് റൂഫ് എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വെന്റിലേഷൻ ഉള്ള വീട് വേണം. ഒത്തിരി കളർ ആണെങ്കിലും ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ളത്, മെയിൻലി വെന്റിലേഷൻ. നമ്മളിങ്ങനെ പോകുന്തോറും പല റിവ്യൂസ് കാണുമ്പോഴും ഏറ്റവും അവസാനം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസെപ്റ്റ് സാനിൻ്റെ ആ ഒരു കോമ്പിനേഷനിലുള്ള റിവ്യൂസും വീഡിയോസുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സാൻ ബിൽഡേഴ്സ് സനീഷുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പറയുന്നത് തന്നെ അവർ കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചും തരുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് എ ട്രൂ വാട്ട് ഈസ് എ പ്രൊഫഷണലിസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ വർക്ക്. എല്ലാ പ്രോജക്റ്റിനും ചെയ്യുന്നത് പോലെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽഡ് സ്ട്രക്ചറൽ ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത് RCC ഫൂട്ടിംഗ് കോളം ഫൗണ്ടേഷനാണ്. സൂപ്പർ സ്ട്രക്ചർ റെഡ് ബ്രിക്സിലാണ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന വുഡ് എന്ന് പറയുന്നത് വയലറ്റ് ആൻഡ് കൊയില വുഡാണ്. ഫ്രണ്ട് ഡോറിന് മാത്രം ഡിപ്പോ തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ല ലൈറ്റും. അപ്പം ഇപ്പം നമ്മുടെ പഴയ വീട്ടിൽ എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം നികത്തിയിട്ട് ആ പോസിറ്റിവിറ്റി സെയിം തിങ് വിച്ച് വി ഹാവ് ടു കണ്ടിന്യൂ ഹിയർ ഓൾസോ. അങ്ങനെയുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈച്ച് ആൻഡ് എവറി സെഗ്മെന്റ്സ് നോക്കി കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ കവറപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആരെങ്കിലും ഒരാൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഇപ്പം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പഴയ വീടിനോടുള്ള അതേ ഇമോഷൻ തന്നെ ഇവിടെയും അതുകൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു വിത്ത് മച്ച് മോർ പോസിറ്റീവ്. വീടിൻ്റെ എലിവേഷനിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള സ്ലോപ്പ് റൂഫ് ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് റൂഫ് കോൺക്രീറ്റിൽ ചെയ്ത ശേഷം ഡ്രസ് വർക്ക് ചെയ്ത് ഓടി വിരിച്ചിരിക്കുന്നതാണ്. ഈ എക്സ്റ്റീരിയർ വാളിൽ കാണുന്ന ക്ലാഡിങ്ങും വലിയ വിൻഡോസും എല്ലാം ഈ പ്രോജക്റ്റിൻ്റെ മറ്റ് ഹൈലൈറ്റ്സ് ആണ്. പൊതുവെ അവർ കംപ്ലീറ്റ് ആയിട്ട് കോർഡിനേറ്റും ചെയ്യുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. എല്ലാ സൈറ്റ് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തിയിട്ട് ഏത് രീതിയിലുള്ള ഫൗണ്ടേഷൻ വേണം, നമ്മുടെ ഇവിടുത്തെ സോയിലിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഓരോ ഫേസിലും ഇത്ര എക്സ്പെൻസസ് വരും, അപ്പോൾ അത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യണം. ഷിൻഡു ആണെങ്കിലും സനീഷ് ആണെങ്കിലും നല്ല ഇതായിരുന്നു. ഓൾറെഡി യൂട്യൂബ് വീഡിയോസ് കണ്ട് ഇവിടെ കുറേ സൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോയി കണ്ടപ്പോൾ മനസ്സിലായി 3D കൂട്ട് തന്നെ ആയിരിക്കും ഓവറോൾ ഫൈനൽ വീഡിയോ. എല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കൂട്ട്. പ്രത്യേകിച്ച് എനിക്ക് കിച്ചൺ, ഹോം തിയേറ്റർ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ഓരോരോ സ്റ്റെപ്പ് ഫോർവേഡായിട്ട് സ്ലോലി അത് അങ്ങനെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലായിരുന്നു. ഒന്നും പെട്ടെന്നുള്ള ഒരു ഇതായിരുന്നു, ഒരു സ്ലോ പ്രോസസ്സായിരുന്നു ഇനീഷ്യൽ ഫേസിൽ. ആദ്യമേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിഫൈൻ ചെയ്ത് അതിനുശേഷം നമ്മൾ ആക്ഷനിലോട്ട് കിടക്കുമായിരുന്നു. അപ്പം അത് കാരണമാണ് തോന്നുന്നത് കോൺസെപ്റ്റും സയൻസിൻ്റെ എല്ലാം എന്താ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും അവരുടെ ഫിനിഷിങ് കാര്യം എല്ലാം വരുമ്പോൾ ഒരു 100% ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ആദ്യമേ ഒരു ഡിഫൈൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും സ്ലോലി ഒരു പ്രോസസ് വൈസ് ആണ് പോകുന്നത്. അല്ലാതെ ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞ ഉടനെ ചെയ്യുമല്ലോ. പ്രോസസ് വൈസ് ചെയ്ത് പിന്നെ റിവ്യൂ ചെയ്ത് പിന്നെ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യുക. ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നോർമലി എല്ലാ കൺസ്ട്രക്ഷനും കാണുന്നുണ്ട്. എന്ന് പറയുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും ഈക്വലായിട്ടാണ് കാണുന്നതെന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ അത് നോക്കി വരുന്നു. പിന്നെ എല്ലാ സ്റ്റേജിലും ഈവൻ വുഡ് സെലക്ഷൻ ആയാലും നമുക്ക് ചില പ്രിഫറൻസസ് ഉണ്ട്. ഇപ്പോൾ ഡോറ് ഇന്ന വുഡ് വേണം, ഇന്ന
അതെല്ലാം അതിൻ്റെ സജഷൻസൊക്കെ സനീഷ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന ക്ലൈമറ്റിന് ഇപ്പോൾ ചില വുഡുകൾ ഉപയോഗിച്ചാൽ അത് പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സജഷൻസ്. ഷിൻഡോയുടെ അടുത്തായാലും ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുൾ ഷിൻഡോയുടെ ഇത്, അല്ലാതെ കൺസ്ട്രക്ഷൻ സമയത്ത് സനീഷിൻ്റെ ഫുൾ സപ്പോർട്ട്. ഫൈനൽ പ്രോഡക്റ്റ് വന്നപ്പോഴത്തേന് ഇറ്റ് ഈസ് above our expectation as such. You can do each and every segments നോക്കി കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ കിച്ചൺ ആയാലും ശരി, ഹോം തിയേറ്റർ, ബെഡ്റൂംസ്, കിഡ്സിനായാലും അവരുടെ റൂംസ് എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലൊരു അപ്രീസിയേഷൻ ആയിരുന്നു എല്ലാവരുടെ നിന്നും, എല്ലാവർക്കും. നമുക്ക് റിസീവ് ചെയ്യും. റൂംസ് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നു. വെൽ മാനേജ്ഡ് ഫർണിച്ചർ ആയാലും ഇൻറ്റീരിയർ വർക്ക്സ് ആയാലും നല്ല അപ്രീസിയേഷൻ കിട്ടി. സ്വപ്നം കണ്ട വീട് ആഗ്രഹിച്ചതുപോലെ പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ? ക്ലയൻസിൻ്റെ ആ സന്തോഷമാണ് ഞങ്ങൾക്കുള്ള മോട്ടിവേഷൻ. പുതിയൊരു പ്രോജക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.